ഹലോ പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ മലയാളം എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഒരു 0 സബ്സ്ക്രൈബേഴ്സ് മുതൽ 10 കോടി സബ്സ്ക്രൈബേഴ്സ് വരെ കിട്ടിയാൽ യൂട്യൂബ് നമുക്ക് എന്തെല്ലാമാണ് തരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ലളിതമായി നോക്കാം. അതായത് 0 സബ്സ്ക്രൈബേഴ്സ്, അത് കഴിഞ്ഞാൽ 50 സബ്സ്ക്രൈബേഴ്സ്, അത് കഴിഞ്ഞാൽ 500 സബ്സ്ക്രൈബേഴ്സ്, അത് കഴിഞ്ഞാൽ 1K 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്, അത് കഴിഞ്ഞാൽ 10,000 സബ്സ്ക്രൈബേഴ്സ്, അത് കഴിഞ്ഞാൽ നമുക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, അത് കഴിഞ്ഞാൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, അത് കഴിഞ്ഞാൽ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, അത് കഴിഞ്ഞാൽ 1 കോടി സബ്സ്ക്രൈബേഴ്സ്, അത് കഴിഞ്ഞാൽ 10 കോടി. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ എന്തെല്ലാമാണ് യൂട്യൂബ് നമുക്ക് തരുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ ആദ്യം തന്നെ വളരെ ലളിതമായി പറയട്ടെ, 0 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ നേടുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് തരുന്നത് എന്തെന്ന് വെച്ചാൽ, ആദ്യം തന്നെ കമ്മ്യൂണിറ്റി ടാബ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് തരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനും തുറക്കാനും ഒക്കെ പറ്റും. ആദ്യകാലങ്ങളിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് കൗണ്ടിൽ നിന്ന് 0 എന്ന നിലയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഇനി 0 സബ് ഉള്ളവർക്ക് മറ്റൊരു ഓപ്ഷനും കൂടെ യൂട്യൂബ് കൊടുക്കുന്നുണ്ട്. അഡ്ഡ, ഏത് ചാനലിനെയും നമുക്ക് മെൻഷൻ ചെയ്യാൻ കഴിയും. അഡ്ഡ എന്നിട്ടുകൊണ്ട് നമുക്ക് ഈ ചാനലിനെയും നമുക്ക് മെൻഷൻ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സംഭവം കൂടെ 0 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കുണ്ട്. ഇത് രണ്ടും ആദ്യകാലങ്ങളിൽ 1000 സബ് ഉള്ളവർക്ക് മാത്രം കിട്ടിയിരുന്ന ഒരു സംഭവമായിരുന്നു. എന്നാൽ അത് മാറി എന്നുള്ളതാണ്. ഇനി നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്നൊന്ന് നോക്കാം. 50 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ സെക്കൻഡ് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. അതായത് മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം എന്നൊരു റൂൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 50 സബ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി 500 സബ്സ്ക്രൈബേഴ്സ് ആയാൽ എന്ത് ബെനിഫിറ്റ് ആണ് നമുക്ക് യൂട്യൂബ് തരുന്നത് നോക്കാം. നിങ്ങൾക്ക് 500 സബ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 4 ഫീച്ചറുകൾ തരും. ജോയിൻ ബട്ടൺ, അതുപോലെ തന്നെ സൂപ്പർ താങ്ക്സ്, സൂപ്പർ സ്റ്റിക്കർ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു 4 ഫീച്ചറാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനൊരൊറ്റ കാര്യമേ ഉള്ളൂ, ഒന്നുകിൽ 3000 മണിക്കൂർ തികയണം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 മില്യൺസ് വ്യൂസ് ആയിരിക്കണം ഷോർട്സിൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി 1000 സബ് ആയി കഴിഞ്ഞാൽ യൂട്യൂബ് എന്താണ് നമുക്ക് തരുന്നത് നോക്കാം. ഈ 1000 സബ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ 1000 സബ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ലഭിക്കുക എന്നുള്ളത്. അതായത് ഓരോ വീഡിയോസിൽ നിന്നും യൂട്യൂബിന്റെ എല്ലാ ഫീച്ചറുകളും ഓപ്പൺ ആയി വരിക, ഓരോ വീഡിയോസിൽ നിന്നും നമുക്ക് വരുമാനം ലഭിക്കുക എന്നൊക്കെ. ഇവിടെയും അടിവരയിട്ട് ഒരു കാര്യം പറയേണ്ടിയിരിക്കും. ഒന്നുകിൽ ഷോർട്സിൽ നിന്ന് 10 മില്യൺസ്, അല്ലാന്നുണ്ടെങ്കിൽ മെയിൻ വീഡിയോസിൽ നിന്നോ ലൈവിൽ നിന്നോ ഒക്കെ 4000 മണിക്കൂർ ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു ഉപാധി കൂടെയുണ്ട്. ഇതാണ് നമുക്ക് 1000 സബ് ആയി കഴിഞ്ഞാൽ കിട്ടുന്നത്. 1000 സബ് ആയി കഴിഞ്ഞാൽ ഈ 999 എന്നുള്ള കണക്ക് അവിടെ നിൽക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ 990 എന്നൊക്കെ പറയുന്നത് പോലെ 999 എന്നുള്ള കണക്കൊക്കെ മാറി K എന്നുള്ള രൂപത്തിലേക്ക് മാറും എന്നുള്ളതാണ് നമുക്ക് 1000 സബിലേക്ക് വരുമ്പോൾ എന്നുള്ളത്. അവിടെ മുതൽ നമുക്ക് K ആണ് 1K, 2K, 1.1K എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് സബ് കാണിക്കുക. കുറച്ചും കൂടെ ഒഫീഷ്യലായി, കുറച്ചും കൂടെ ഔദ്യോഗികമായിട്ട് ഈ സിംഗിൾ കണക്കിൽ നിന്നും K എന്ന കണക്കിലേക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് മാറുന്നു എന്നുള്ളതും 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ വരുന്ന മാറ്റമാണ്. ഇനി 10,000 സബ് കിട്ടിയാൽ നമുക്ക് എന്താണ് ലഭിക്കുക എന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് ആദ്യകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഇതായിരുന്നു, നമുക്ക് സ്റ്റോറി ഇടാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമുക്ക് സ്റ്റോറി ഇടാന്ന് പറയുന്നത് നമുക്ക് സ്റ്റാറ്റസ് വെക്കാൻ കഴിയും. ഈ ഒരു സ്റ്റാറ്റസ് 1 വീക്ക് വരെയൊക്കെ നിന്നിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ യൂട്യൂബ് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. കൂടുതലും ഈ ഷോർട്ട് വീഡിയോസിന് വേണ്ടിയിട്ടും കമ്മ്യൂണിറ്റി ടാബിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിയത് കൊണ്ടായിരിക്കാം ഈ ഒരു ഓപ്ഷൻ യൂട്യൂബ് എടുത്തു കളഞ്ഞു. ഇപ്പൊ സ്റ്റോറി ഇടാൻ കഴിയില്ല. പക്ഷെ ഇതിന്റെ ഒരു മാനദണ്ഡം ഇനി ഒരുപക്ഷെ ഭാവിയിൽ ഇത് തിരിച്ചു വരാനും സാധ്യതയുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് 10,000 സബ്സ്ക്രൈബേഴ്സ് ആണ് എന്നുള്ളത്, അതായത് 10,000 സബ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് കൂടാതെ മറ്റൊരു ഫീച്ചർ കൂടെ നമുക്ക് 10 ലക്ഷം ഇപ്പോൾ നിലവിലുള്ളത് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഒരു പ്രൊഡക്റ്റ് കാണിച്ചുകൊണ്ട് ടാഗ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ ഒരു വാച്ച് നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ, ഈ ഒരു വാച്ച് കാണിച്ചുകൊണ്ട് എനിക്ക് ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ. അതിന്റെ മാനദണ്ഡം ഈ 10,000 സബ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നേരെ നമുക്ക് 1 ലക്ഷം സബ് ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നുള്ളത് നോക്കാം.
ഇവിടെ നമുക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ പ്രധാനമായും നമുക്ക് കിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒന്ന് നിങ്ങൾക്ക് സിൽവർ പ്ലേ ബട്ടൺ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് യൂട്യൂബിന്റെ ആദ്യത്തെ അംഗീകാരം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ ലഭിക്കും, ചാനലിന് ഒരു വെരിഫിക്കേഷൻ ബാഡ്ജ് ലഭിക്കും എന്നുള്ളതാണ്. ചാനൽ കൂടുതൽ ശക്തിപ്പെടുത്തുക, നമ്മുടെ ചാനൽ ഒരു ഒറിജിനൽ ആയി തീരും അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായി തീരും എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ടിക്ക് മാർക്ക് കിട്ടും എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു ടിക്ക് മാർക്ക് കാണാൻ കഴിയും. ഇത്തരം 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ബാഡ്ജ് കിട്ടും എന്നുള്ളതാണ്. 5,00,000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത് നോക്കുക. ഈ 5,00,000 സബ് എന്ന് പറയുമ്പോൾ ഒരുപാട് സബ്ബായി. പക്ഷെ ഈ 1,00,000-ന്റെയും 10,00,000-ന്റെയും ഇടയിലാണ് ഈ 5,00,000 കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ 5,00,000 സബ് നമുക്ക് ആയി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നും ഒന്നും തന്നെ പ്രത്യേകിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത് നമുക്ക് 10,00,000-ലേക്ക് വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത്. അതായത് ഇനി 10,00,000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ 10,00,000 സബ്സ്ക്രൈബേഴ്സിനെയാണ് മില്യൺ എന്ന് പറയുക. 1 മില്യൺ, 1 മില്യൺ എന്ന് പറയുന്നത്. ഇനി 10,00,000 ലഭിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഗോൾഡ് പ്ലേ ബട്ടൺ ലഭിക്കുന്നു എന്നുള്ളതാണ്. കോടി സബ് നമുക്ക് കിട്ടുകയാണ്. 1 കോടി എന്ന് പറയുമ്പോൾ 10 മില്യൺസ് ആണ്. 10 മില്യൺസ് ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അംഗീകാരമാണ് ഡയമണ്ട് പ്ലേ ബട്ടൺ എന്ന് പറയുന്ന ഒരു അംഗീകാരം. ഇതാണ് യൂട്യൂബിന്റെ ഏറ്റവും അവസാനത്തത് എന്ന് നിങ്ങൾ കരുതരുത്. ഇതിന് മുകളിലേക്ക് ഇനിയും 2 എണ്ണം വരാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. 10 മില്യന് ശേഷം ഇനി നേരെ വരുന്നത് 50 മില്യൺ ആണ്. 50 മില്യൺ നമുക്ക് സബ്ബായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇതിന്റെ മറ്റൊരു വേർഷനായ കസ്റ്റം ക്രിയേറ്റ്സ് ആഡ്സ് എന്ന് പറയപ്പെടുന്ന റൂബി പ്ലാറ്റ് ബട്ടൺ എന്നുള്ള ഒരു സംഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് 50 മില്യൺസ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ റൂബി പ്ലേ ബട്ടൺ എന്ന് പറയുന്ന ഒരു അംഗീകാരം നമുക്ക് ലഭിക്കുകയാണ്. അതേപോലെ തന്നെ ഇനി ഏറ്റവും വലുത്, അതാണ് യൂട്യൂബിന്റെ എൻഡ് എന്ന് പറയപ്പെടുന്ന, ഇതുവരേക്കും എൻഡ് എന്ന് പറയപ്പെടുന്ന ഒരു അംഗീകാരമാണ് ഇനി അടുത്തത് വരുന്നത്. 10 കോടി സബ്ബാണ് നമുക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ, 100 മില്യൺ സബ്ബാണ് നമുക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ അംഗീകാരമായ റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ ആണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും അവസാനം 100 മില്യൺസ് തികയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 0 മുതൽ 100 മില്യൺ സബ്സ്ക്രൈബേഴ്സ് വരെ കിട്ടുമ്പോൾ യൂട്യൂബ് നമുക്ക് തരുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ വർക്കുകളും 100% ഉത്തരവാദിത്തത്തോടുകൂടി ചെറിയൊരു പേയ്മെന്റോടുകൂടി ഞങ്ങൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. പ്രിയപ്പെട്ടവരെ, അപ്പൊ നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന പുതിയൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.